വാട്സാപ്പിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ഫീച്ചറാണ് ഇന്നത്തെ ഈ വീഡിയോ. നിങ്ങൾക്കും ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങളുടെ വാട്സാപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ വന്നിരിക്കും. വാട്സാപ്പിലെ പ്രൊഫൈൽ പിക്ചറിൽ അഥവാ DPയിലാണ് ഈ ഒരു പുതിയ ഫീച്ചർ വന്നിട്ടുള്ളത്. നമുക്ക് ആ ഫീച്ചർ എന്താണെന്ന് പെട്ടെന്ന് പോയി നോക്കിയാലോ. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ അപ്ഡേറ്റ് ചെയ്യാത്ത ഒരു വാട്സപ്പ് ഇവിടെ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. വാട്സപ്പ് ഓപ്പൺ ചെയ്തു, 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തു, ഇവിടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം പ്രൊഫൈൽ പിക്ചറിൽ ഞാനൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം വീണ്ടും ആ പ്രൊഫൈൽ പിക്ചറിൽ ഒന്ന് ക്ലിക്ക് ചെയ്തു. ഇവിടെ പെന്നിൻ്റെ ഐക്കൺ ഉണ്ട്, അവിടെ ഞാനൊന്ന് ടച്ച് ചെയ്തു. ഇവിടെ 3 ഓപ്ഷനുകൾ നമുക്ക് കാണാം: ക്യാമറ, ഗാലറി, അവതാർ. ഇതുകൂടാതെ പുതിയൊരു ഓപ്ഷനും കൂടി ഇപ്പോൾ പുതിയ അപ്ഡേറ്റിൽ വന്നിട്ടുണ്ട്. ഏതാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് സെർച്ച് ബാർ ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ വാട്സപ്പ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുകയാണ്. നിങ്ങളും ഇതുപോലെ വാട്സപ്പ് ഒന്ന് സെർച്ച് ചെയ്തിട്ട് അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഇപ്പോൾ എനിക്ക് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇത് ഞാനൊന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഫീച്ചർ എന്താണെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഈ ഒരു വാട്സാപ്പ് അപ്ഡേറ്റ് ചെയ്തതാണ്. നമുക്കതൊന്ന് തുറന്നിട്ട് ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം പ്രൊഫൈൽ ഐക്കണിൽ ഞാനൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ വീണ്ടും ആ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ, ഇവിടെ 4 ഓപ്ഷനുകളുണ്ട്. അതിൽ പുതുതായിട്ട് വന്നിട്ടുള്ളത് ക്രിയേറ്റ് AI ഇമേജ് എന്ന ഓപ്ഷനാണ്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, ഇവരായിട്ട് നമുക്ക് നൽകുന്ന ഒരുപാട് പിക്ചറുകൾ നമുക്കുണ്ട്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു പിക്ചർ ഇവിടെ ജനറേറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സംഭവം എഴുതുകയാണ്. ഇവിടെ ഞാനിപ്പോൾ എഴുതുന്നത് ബേബി വിത്ത് എലിഫൻറ്റ്. ഓക്കെ, അങ്ങനെ ഞാൻ എഴുതിയിട്ട് ഇവിടെ ഞാൻ സെർച്ച് കൊടുക്കുകയാണ്. ഇവിടെ ഏരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തു. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഇവിടെ ജനറേറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ പിക്ചർ ഇവർ ജനറേറ്റ് ചെയ്തു തരും. ഓക്കെ, കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. കണ്ടോ, വളരെ മനോഹരമായിട്ടുള്ള ആനയുടെ അടുത്ത് ഒരു കുട്ടി ഇരിക്കുന്ന പിക്ചർ എനിക്കിവിടെ 3 എണ്ണം ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. വളരെ മനോഹരമായ രീതിയിൽ. ഓക്കെ, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇത് പ്രൊഫൈൽ പിക്ചറായിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ആദ്യത്തെ ഈ ഒന്ന് ഇതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇത് ഞാനിവിടെ പ്രൊഫൈൽ പിക്ചറായിട്ട് സെറ്റ് ചെയ്യാൻ പോവാണ്. ഇവിടെ ടിക്ക് മാർക്ക് ഉണ്ട്, ടിക്ക് മാർക്ക് കൊടുത്തു. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഇവിടെ ആ ഒരു പ്രൊഫൈൽ പിക്ചർ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ടുള്ള നല്ലൊരു പ്രൊഫൈൽ പിക്ചർ നിങ്ങൾക്ക് AI തന്നെ വാട്സാപ്പിൻ്റെ അകത്ത് ജനറേറ്റ് ചെയ്ത് തരുന്ന ഒരു ഓപ്ഷൻ പുതുതായിട്ട് ഈ ഒരു അപ്ഡേറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ അപ്ഡേറ്റിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ താല്പര്യത്തിന് അനുസരിച്ചിട്ടുള്ള നല്ലൊരു പ്രൊഫൈൽ പിക്ചർ AI തന്നെ നമുക്ക് വാട്സാപ്പിലൂടെ ജനറേറ്റ് ചെയ്തു തരും. ഈ അപ്ഡേറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.